വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു. തുരങ്കപാതയ്ക്കായി കരാർ ഏറ്റെടുത്ത കമ്പനി കുത്തിയൊലിച്ചു വരുന്ന വെള്ളം ഒഴുക്കിവിടാൻ സംവിധാനം ഒരുക്കിയില്ല. മീനാക്ഷി പാലത്തിന് സമീപം വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടത് ദുരന്തത്തിന് കാരണമായി. മണ്ണ് നീക്കാൻ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിനും വീഴ്ച സംഭവിച്ചു. നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്താനും നടപടിയെടുത്തില്ല. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേർന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. 2 വർഷം മുൻപ് മലയാളികൾ അതല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നമ്മളൊക്കെയും കണ്ട ഒരു വലിയ ദുരന്തം, നമ്മൾ പകച്ചു നിന്ന ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ വീണ്ടും സമാനമായ രീതിയിൽ ഒരു അപകടം, അതും വയനാട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്രതീക്ഷിതമായി എത്തിയ ഒരു ദുരന്തം, കള്ളാടി മണ്ണിടിച്ചിൽ, അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തം. ഇതിൽ ഇന്നലെ സർക്കാർ വൃത്തങ്ങൾ ഒന്നടങ്കം, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. നേരത്തെ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന് കമ്പനിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ കമ്പനി അതിനെ ചെവിക്കൊണ്ടില്ല എന്ന ന്യായമാണ് പറയുന്നത്. പക്ഷേ അപ്പോഴുമുള്ളൊരു കാര്യം, ഈ മണ്ണ് നീക്കാനായി സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞിട്ടും അതിൽ ജില്ലാ ഭരണകൂടം ഒരു കാലതാമസം കൂടി വരുത്തിയിട്ടുണ്ട്. നിലവിൽ ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. ശരിക്കും വയനാട്ടിൽ ഈ സംഭവിച്ചതിനെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലാണോ ഈ ഘട്ടത്തിൽ വേണ്ടത്, പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ള ഈ തുരങ്കപാതയുടെ അവിടെ നിർമ്മാണ സ്ഥലത്തുണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് സർക്കാർ പറഞ്ഞതുപോലെ തന്നെ അതൊരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ്. പക്ഷേ അതിനകത്ത് സർക്കാരിന് കൂടി പങ്കാളിത്തമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിൽ എങ്ങനെയാണ് ഇന്നലത്തെ അപകടം ഉണ്ടായത് എന്നുള്ളത് നേരത്തെ തന്നെ സേതു തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയനാടിൻ്റെ ഒരു സാഹചര്യം ഒരു കാരണവശാലും അവിടെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ട സമയത്ത് കുറച്ച് മണ്ണ് അവർക്ക് ഇതിൻ്റെ തുരങ്ക നിർമ്മാണത്തിൻ്റെ ഭാഗമായി പിന്നീട് ആവശ്യം വരും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്രയും മണ്ണ് അവിടെ തന്നെ കൂട്ടിയിടാനുള്ള തീരുമാനം ആയിരുന്നത്. പക്ഷേ അത് അത്രത്തോളം ഈ മൺകൂമ്പാരത്തിന്റെ ഉയരം കുറയ്ക്കണമെന്ന് കഴിഞ്ഞ 25-ാം തീയതി പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും എല്ലാം ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അന്ന് പറഞ്ഞിരുന്നത് അതിനുള്ള സ്ഥലം, ഈ മണ്ണ് മാറ്റാൻ വയനാട്ടിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ മണ്ണ് വലിയ തോതിൽ കൊണ്ടിടാൻ കഴിയില്ല. കാരണം അതിന് സമാനമായ സാഹചര്യം മണ്ണ് കൊണ്ടിടുന്നിടത്ത് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മണ്ണ് മാറ്റാൻ സുരക്ഷിതമായൊരു സ്ഥലം ഒരുക്കി കൊടുക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ഈ നിർമ്മാണ ഏജൻസി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ സ്ഥലം കണ്ടെത്തി കൊടുത്താൽ അതിനുള്ള വാടകയും അല്ലെങ്കിൽ സ്ഥലം വിലയ്ക്ക് മേടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും അതെല്ലാം നൽകാമെന്ന് നിർമ്മാണ ഏജൻസി പറഞ്ഞു. പക്ഷേ അതിലേക്കൊരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ സ്ഥലം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടായിരിക്കാം അതിൽ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇതിന്റെ ഒരു ഗുരുതര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിർമ്മാണ ഏജൻസിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് അവിടെ ഓവുചാൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മുകളിൽ ഈ കുത്തനെയുള്ള ചെരുവാണ്. അപ്പോൾ ഈ നമ്മൾ അതിൻ്റെ ഈ തുരങ്കപാതയുടെ പാറ നിൽക്കുന്ന ഭാഗത്തേക്ക് അവിടെ ഒരുപാട് മണ്ണുണ്ട്. ആ മണ്ണ് നീക്കണം. അപ്പോൾ മുഖഭാഗത്തു നിന്ന് വരുന്ന ഭാഗം അവിടെ കുറേ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ അതിലേക്ക് താഴ്വാരത്തിലേക്ക്, ഈ മണ്ണ് കൂമ്പാരത്തിൻ്റെ താഴ്വാര ഭാഗത്ത് നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ള ഓവുചാൽ നിർമ്മിക്കേണ്ടിയിരുന്നു. താൽക്കാലിക ഓവുചാലാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അത് അവിടെ ചെയ്യുന്നതിൽ കമ്പനിക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ വരുന്ന വെള്ളം അവിടെ തങ്ങി നിൽക്കുകയും ഈ മൺകൂമ്പാരത്തിൻ്റെ ഇടയിലേക്കും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തേക്കും കൂടി കിനിഞ്ഞിറങ്ങി ഇന്നലെ നമ്മൾ സംഭവിച്ചതുപോലെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ഈ മീനാക്ഷി പാലത്തിന് സമീപമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടെ ഒരു ചെറിയ ഒരു പുഴയാണ്. ആ പുഴയ്ക്ക് സമീപമാണ് വലിയ തോതിൽ മണ്ണ് കൂട്ടി നിൽക്കുന്നത്. അതിന് തൊട്ട് പുറകെ കുത്തിയൊലിച്ചിരിക്കുന്ന വെള്ളം പോകാനുള്ള സംവിധാനം കൂടി ഇല്ലാതെ വന്നതോടുകൂടി ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും 2 പേർക്കും, നിർമ്മാണ ഏജൻസിക്കും ജില്ലാ ഭരണകൂടത്തിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു. ശക്തമായ മഴയുണ്ടെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റണം എന്നുള്ളതായിരുന്നു. അവിടെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിട്ടില്ല. ഒരു അലംഭാവം ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, അത് നിർമ്മാണ ഏജൻസിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായും ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ തുടക്കത്തിൽ വയനാട് പോലൊരു സ്ഥലത്ത് അവിടെ ഒരു മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജലം വലിയ തോതിൽ ആഗിരണം ചെയ്യുകയും അതുപോലെ തന്നെ അത് പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നത്. അതായത് മണ്ണിടിച്ചിലിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഏത് പ്രദേശത്തും കഴിയുന്ന ഒരു മണ്ണിന്റെ ഘടനയാണ്, മണ്ണിന്റെ സ്വഭാവമാണ് വയനാടുള്ളത്. അത് പരിഗണിച്ചുകൊണ്ട്, അതിൻ്റെ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് അത്തരമൊരു നടപടി 2 പേരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സർക്കാരിന്റെ വാക്ക് കടമെടുത്ത് തന്നെ പറയാം, അതൊരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ശരി പ്രസാദ്, ശരി.